നിന്റെ പേരും പറഞ്ഞ് ഇളയപ്പൻ ഇന്നലെ എന്നെ തല്ലിക്കൊന്നില്ല എന്നേ ഉള്ളൂ. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോളമ. നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒന്ന് ബാൻഡി വായിക്കണമെന്ന്. വല്യച്ഛനോട് വായിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ വിറച്ചു. എന്നെ തട്ടിൻ്റെ പുറത്ത് ഇറക്കി വിട്ടു. ഞാൻ തയ്ച്ച കുപ്പായിട്ട് അവിടെ നിൽക്കുന്ന അവനാ ആ വിഷക്കോല്. വായിക്കാൻ പറ്റിയില്ലെങ്കിലേ കണക്കായിപ്പോയി. എന്റെ ജനലിന്റെ താഴെ നിന്ന് ഊതാനല്ലാതെ 4 ആള് കൂടുമ്പോ വായിക്കാൻ നിനക്കെന്താ പറ്റാത്തേ? എല്ലാം അറിഞ്ഞതുകൊണ്ട് നീ തന്നെ ഇത് പറയണം. ലാർനെറ്റ് എടുത്ത ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അപ്പം മുങ്ങിത്താഴുന്ന കാഴ്ചയാണ്. എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റും, കൈയും കാലും വിറയ്ക്കും. എസ്തപ്പാൻ ആശന്റെ മോനാന്ന് പറയാൻ നാണമില്ലല്ലോ. ഇതെല്ലാം കളഞ്ഞേച്ച് നീ വേറെ വല്ല പണിക്കും പോകുന്നതാ നല്ലത്. ഓ, മര്യാദയ്ക്ക് ഞാൻ അച്ഛൻ പോയതല്ലേ? തടഞ്ഞ നീയാണേ. അന്ന് തടഞ്ഞെങ്കിലേ അത് ഇഷ്ടമുള്ളോണ്ടായിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ പിള്ള കളിച്ചാലേ ഒരു ദിവസം ഞാൻ ഇട്ടേച്ചങ്ങ് പോവും. കണ്ട നാട്ടുകാർ ജയിച്ചതിന്റെ ആർപ്പുവിളിയാ. നീ ഇനി ഇവിടെ നിന്ന് സമയം കളയണ്ട. വേഗം പോയി ഈ പീപ്പിയും കൊള്ളൊക്കെ തുടച്ച് തട്ടിന്റെ പുറത്ത് കയറ്റി വെക്ക്. വട്ടയപ്പോ കൊണ്ടുപോയി അമ്മച്ചിക്ക് കൊടുക്ക. കുറെ കാലായി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടെന്ന് വിചാരിച്ചിട്ട്. ജീവിച്ചിരിക്കുന്നവരെക്കാളും ഭേദം മരിച്ചവരാണ്. സലാം. എന്നാ ഇത് എടുത്ത് കഴിച്ചോട്ടെ. ഇട്ടുപേട്ട ബോട്ടിംഗ് എത്തി. ഞാനങ്ങ് ചെല്ലട്ടെ? ഞാനങ്ങ് ചെല്ലട്ടേന്ന്. അമ്മച്ചി തല കറങ്ങി കിടക്കുവാന്ന്. ഗുളിക മേടിച്ചു കൊടുത്തേക്കണം. പൈസ താണ്ടി ഇട്ടുപേണ്ട കടയിൽ നിന്ന് മേടിച്ചോ. ഞാൻ കുറിപ്പിരിവിന് പോവാ. ഓ, ഇനിയിപ്പോ ഈ ബോട്ട് അക്കരെ ചെന്ന് വരണമായിരിക്കും. എന്റെ പൊന്നിച്ചായ വീട്ടിലോട്ട് ചെല്ല്. അമ്മച്ചി അവിടെ വീട്ടിലൊറ്റയ്ക്കാ. നീ ഇങ്ങനെ തുള്ളല്ല ക്ലാറെ, ഞാൻ ചെന്നോളാം. എന്താണ് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത്? ദേ അധികം കളിച്ചാലുണ്ടല്ലോ നിന്റെ കപ്പങ്ങിനുണ്ട് ഈ കൊട വെച്ച് കുത്തി ഞാൻ കായലോട്ടിടും. എന്നാ കാണട്ടെടി. എന്റെ ക്ലാറെ നീ പോയേ, ദേ ബോട്ട് വരുന്നു. ഒരു മഞ്ഞയും കൂടി. കുന്തം കയ്യിലുണ്ട്, ഇനി ഒരു കുതിരയും കൂടി മതി. ഈ കുടുംബത്തെ സർവ്വ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കർത്താവ് ഈശോ സംരക്ഷിക്കട്ടെ. ആമേൻ. വെഞ്ചരിപ്പ് കഴിഞ്ഞു. വീട്ടിലാരെങ്കിലും ബൈബിളൊന്ന് വായിക്കണം. മോളെ, സോളമന്റെ ഉത്തമഗീതം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. നിന്റെ തൈലം സൗരഭ്യമായതാണ്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക.
പട്ടിടാ വീട്ടിലെ കൊച്ചിനെ പുറകെ കത്തിച്ചുകളയൂടാ. നീ കുമരകരി വിട്ടു വയ്ക്കോ വയ്ക്കോ. സാരമില്ല അച്ഛോ. അച്ഛനറിയോ, സത്യത്തിൽ ഞാൻ സെമിനാരിൽ ചേരാൻ ഇറങ്ങിയതാ. എന്നിട്ട് ശോഷന്നെ വീട്ടുകാര് പറഞ്ഞോണ്ടേ നീ കെട്ടും കിടക്കെ എടുത്ത് ഇറങ്ങിയോ സെമിനാരി ചേരാൻ? ശോസന, നീ എന്നതായി പറയുന്നേ? ചെറുക്കിന് ദൈവവിളി കിട്ടി, അപ്പോ പിന്നെ സെമിനാറിൽ ചേരാതെ എന്തോ ചെയ്യാനാ? നീ ഒന്നിങ്ങ് മാറിക്കേ. ആ വിളിച്ച ദൈവത്തിന്റെ നമ്പറിങ് അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ, വിളിച്ചോന്ന്? ഞാനപ്പോ വിളിച്ച്, ഞാനാരെ വിളിച്ചിട്ടില്ല. നീ എന്നാ വർത്താനായി പറയുന്നേ? ദൈവം ഫോണുമായിട്ടാണോ നടക്കുന്നത്? നീ ഒന്ന് മാറിക്കേ, ബോട്ട് പോവും. ഡാ, പള്ളിക്കൂടത്തെ വെച്ച് പുഷ്പിച്ചതൊക്കെ മറന്നോടാ നീ? എന്നാടാ അത് പുഷ്പിച്ചത് എന്ന് വെച്ചാ? പുഷ്പിച്ചതെന്ന് പറഞ്ഞ ഒരു വാക്കാ. എനിക്ക് എഴുത്ത് തന്ന ഫ്രാൻസിസിനും ആന്റോനും രഘുവിനും ഒക്കെ ഞാൻ എന്താടാ കൊടുത്തത്? എന്താടാ കൊടുത്തത്? അടി. നിനക്കെന്താടാ തന്നത്? നിനക്കെന്താടാ തന്നത്? ഉമ്മ. അച്ചാച്ചൻ ഉമ്മ എന്ന് കേട്ടിട്ടില്ല? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നെ എന്തൊക്കെയാടാ ചെയ്തത്? സെമിത്തേരി പറമ്പിലെ കുറ്റിക്കാട്ടി വെച്ച് നീ എന്നടാ ചെയ്ത്? കുറ്റിക്കാട്ടി വെച്ച് എന്താ ചെയ്യുന്നു അച്ചാച്ചൻ അറിഞ്ഞു. എന്റെ പൊന്നു ശോച്ചനെ, ഞാൻ എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് പറയാ. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും മാറ്. കപ്പയാര് വന്ന് തോട്ടെ വീഴുന്ന ഉറപ്പായി. അയ്യോ, നിക്കടാ അവിടെ. എനിക്ക് നിന്റെ തീരുമാനം ഇപ്പൊ അറിയണം. സെമിനാരി ചേർന്ന് പട്ടം വാങ്ങി പള്ളിയിൽ അച്ഛനാവണോ അതോ എന്നെ കെട്ടി എന്റെ പിള്ളേരുടെ അച്ഛനാവണോ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. എന്താ? നിന്റെ പിള്ളേർ അച്ഛനായ മതി. അച്ഛനെ എനിക്ക് സാധിച്ചു തരുമോ? എന്താ സോളമ? മതി അച്ചോ, നമുക്ക് പോവാം. ആ ജനൽ ഇനി തുറയില്ല. സോളമൻ ഇന്നത്തോടെ ക്ലാർനെറ്റ് വായന നിർത്തുക. വായന നിർത്തുന്നത് തോളത്ത് നിറങ്ങിയിട്ട് ആലോചിച്ചാ പോരെ? അച്ഛൻ എടുത്തോട്ട്, അച്ഛൻ എടുത്തോട്ട്, എടുത്തോട്ട് അച്ഛോ, വലത്തോട്ട്, അച്ഛൻ എടുത്തോട്ട്, അച്ഛോ. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്കാൻ നാം ഓടിപ്പോകാം. നിന്നെ അവനെയും കൂടി ഒരുമിച്ച് കണ്ടേച്ച് വേണം എനിക്കങ്ങ് പോകാൻ. വല്യമ്മച്ചി, കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണ ഒരു കാര്യമില്ല, അതും അവന്റെ കൂടെ. അവൾ എന്റെ മോളാ. ഒരു
വാക്ക് പറഞ്ഞ വാക്കാ. അവളെ കല്യാണം നമ്മൾ ഉറപ്പിച്ചില്ലയോ? അല്ലേലും അവളെ നമ്മുടെ മുന്നിലല്ലയോ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ ഇതെന്നാ പറ്റി? താമ്പളോക്കകത്ത് ലൈറ്റ് പോയോ? കാര്യം പെരുന്നാളാണ്, പ്രദർശനം. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. മൂഞ്ചിയപ്പോ ആര് മൂഞ്ചി? നമ്മള് മൂഞ്ചി. ബോട്ട് വരുന്നുണ്ട്, നിങ്ങൾ പൊക്കോ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അളിയോ, ഇതെന്താ കുന്തോ കിരീടൊക്കെ ആയിട്ട്? ഇതാരാ കർത്താവോ? ശോശനല്ലോടി. ഈ രക്തത്തില് എനിക്ക് പങ്കില്ല. അത്തനി കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. കെട്ടുറപ്പിച്ച പെണ്ണിനെ ഇവൻ കടത്തിക്കൊണ്ടു വന്നു. ഇവനെ പാവം പിടിച്ച നിപ്പ് കണ്ടില്ലേ? ഇവനെ സമാധാനം കഴിയില്ലെങ്കിൽ ഇവനെ ഇന്ന് ഞങ്ങൾ തീർക്കും. കുടുംബക്കാരൻ നാട്ടിലിറങ്ങിയാണ്. ഇനി ആരെങ്കിലും ഒരുത്തൻ ഇവന്റെ ദേഹത്തൊരുന്നുള്ളി മണ്ണ് നുള്ളി ഇട്ടാ കൈ കൊണ്ടൊരുത്തനും കുമരൻ കരുതത്തില്ല. ഞങ്ങളുടെ പെണ്ണിനെ നീയൊക്കെ കൂടെ ഞങ്ങളുടെ കളിയിൽ കയറുന്നോടാ. ആരാണോ തന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്? അവൾ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. അവര് നമ്മൾ ഇഷ്ടത്തിലാണ്. നീ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്നിട്ട് താൻ അവളെ വേറൊരുത്തനോട് കെട്ടിച്ചയക്കാൻ നോക്കിയില്ലടോ. ഇവിടെ മറ്റവനെ പിള്ളേര് നമ്മൾ ഇഷ്ടമാണെങ്കിൽ താൻ അവരെ കെട്ടിച്ചയച്ചു കൊടുക്കണോ മാപ്പിളെ? എനിക്ക് ആണായിട്ട് പെണ്ണായിട്ട് ഇങ്ങോട്ട് മാറി. ഇവിടെ ഒരുത്തേ ഉള്ളൂ, മനസ്സിലായോ? അതെ, ഈ പള്ളിയിലെ കപ്പ്യാര് പണിക്ക് എന്നാ തൊലി കിട്ടുമെന്നുള്ളത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കിടപ്പാട വരെ പ്രണയത്തിലാ. പ്രേമിക്കാതെ നടക്കണ ഒരു കപ്പ്യാര്. നിർത്താൻ. ഇവനെ കപ്പ്യാര് പണി മാത്രല്ല, നല്ലൊരു കലാകാരനും കൂടിയാ. എന്റെ എസ്തപ്പന്റെ പോലടാ കലാകാരൻ. ഈ കുമരകരയിൽ എന്തെങ്കിലും വിലയുണ്ടോ? അവന് കാലട എടുക്കാനുണ്ടോ ഈ നാടിയുടെ കയ്യില്? ഇവന്റെ ഉദ്ദേശം വേറെയാ. എന്റെ മോളെ കെട്ടിക്കഴിഞ്ഞാലേ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാതെ തിന്നാം. അല്ലേലും കുമരകരയിൽ കുറെ പേര് ഇവിടെ കണമുഴുകാൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയി. തട്ടുമ്പോളിരുന്ന് വായി നോക്കാനും കവലയിലിരുന്ന് വിസിലടിക്കാനും അല്ലാതെ ഇതിലൊരൊറ്റ എണ്ണത്തിന് മര്യാദക്ക് ഊതാൻ അറിയാവോ? ഒരു ലൂയി പാപ്പനും കുറെ ഉണ്ണാക്കന്മാരും. കണ്ട കള്ളുഷാപ്പിനും തോട്ടുപക്കത്തുനിന്ന് ആരും കാണാതെ വായിക്കുന്നതല്ലാതെ കുമരങ്കരിയിൽ ആരെങ്കിലും ഈ പറഞ്ഞ എസ്തപ്പാന്റെ മോൻ കലാകാരനടക്കം മുന്നിൽ കയറി വായിക്കുവോ? തട്ടിക്കയറിയാലേ മൂത്രം പോവും, മൂത്രം. എന്നാ കേട്ടോ, ഈ വരുന്ന ന്യൂ ഇയറിന് ഗീവർ ഈസ് ബാൻഡ് വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിലേ ഈ സോളവനായിരിക്കൂടാ. കഴിഞ്ഞ 17 കൊല്ലമായി തട്ടിന്റെ പരിസരത്ത് പോലും വരാത്ത നിങ്ങളെ ബാൻഡ് കയറി വായിക്കുവോ? വായിക്കും. എന്നിട്ട് കപ്പടിക്കുവോ? അടിക്കും. ഞാൻ വായിക്കുന്ന ക്ലാരറ്റിന്റെ ജീവനുണ്ടെങ്കിൽ, ഈ പള്ളിയിലിരിക്കുന്ന പുണ്യാളൻ സത്യമാണെങ്കിൽ ഞങ്ങള് തട്ടേ കയറി വായിക്കും. കപ്പടിക്കൂടാ.
അത് ഈ പുണ്യാളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കപ്പടിച്ച കഴിഞ്ഞ 8 വർഷമായിട്ട് മാർത്താമറിയുന്നതിന്റെ ഈ കരയിൽ കൊണ്ടുപോയ പൈസ മുഴുവൻ ഞങ്ങൾ ഈ ചെറുക്കന്റെ പോക്കറ്റിലിട്ട് കൊടുക്കും. അല്ലേ കോൺട്രാക്ടറെ? ഞങ്ങളുടെ വീട്ടിൽ കെട്ടുറപ്പിച്ച ഈ ശോശനെ ഈ നിൽക്കുന്ന സോളമൻ കെട്ടിച്ചു കൊടുക്കും. പറ കോൺട്രാക്ടറെ കെട്ടിച്ചു കൊടുക്കുന്നു. കെട്ടിച്ചു കൊടുക്കും. മറിച്ചാണെങ്കിലോ പറ പാപ്പാ. ഈ വർഗീസ് ബാൻഡ് ഇനി ഒരിക്കലും വായിക്കത്തില്ല. ശോശനെ സോളമന് വിധിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും. ഈ പറഞ്ഞതിലൊന്നും വികാരിയായ എനിക്കോ ഈ പള്ളിക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല. അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അച്ഛനോട് ആരും പറഞ്ഞില്ലല്ലോ. ഉത്തരവാദിത്വമില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു ബാൻഡിന് വേണ്ടി പള്ളി 1 രൂപ പോലും ചെലവാക്കുന്നതല്ല. പള്ളിക്കിനി ഇങ്ങനെ ഒരു ബാൻഡില്ല. ബാൻഡ് വിലക്കാനല്ലേ പള്ളിക്ക് പറ്റൂ, മത്സരത്തിൽ നിന്ന് വിലക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടുമോ ബാൻഡ് ഏറ്റെടുക്കാൻ ഒരാളെ ഈ കരയെന്ന് തന്നെ? വരട്ടെ പാപ്പാ, നമുക്ക് മത്സരത്തിന് കാണാം. പിന്നെ കൊച്ചു കപ്പിയാർക്ക് പണത്തരം കാണിക്കാൻ കൂട്ടുകാർക്കറിയോ? ഈ കൊച്ചത്തില നീ എന്നെ കൊല്ലുന്നതായിരുന്നു. അച്ചോ, ഇതെവിടെ വെക്കണ്ടേ? അല്ല, ഈ കുന്തവും കിരീടവും. ഫാദർ വിൻസെന്റ് ബട്ടോളി ആ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്ക്. പിന്നെ ആ കാൽസരായും കൂളിംഗ് ഗ്ലാസും കുപ്പായും ഒന്നും എടുക്കാൻ മറക്കണ്ട. ഇനിയിപ്പോൾ ലോഹ ഇടേണ്ടി വരില്ല. നാളെ കാലത്ത് പെട്ടെന്ന് അറിയിപ്പ് വന്നാൽ പിന്നെ അതിനു വേണ്ടി സമയം കളയണ്ട. എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല അച്ചോ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒന്ന് നിന്നേച്ചോ. അല്ല, പള്ളി പൊളിക്കുന്ന കാര്യത്തിൽ വിൻസെന്റ് അച്ഛനെതിരാണെന്ന് വല്യച്ഛനൊരു തോന്നലുണ്ട്. ഈ ദേഷ്യമൊക്കെ അതിൻ്റെയാ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ട കപ്പിയാരെ? അയ്യോ, അച്ഛൻ ഒന്നിനും ഒരു തടസ്സമാവാതിരുന്നാ മതി. പള്ളി പൊളിക്കാനോ പള്ളി ബാൻഡ് നിർത്താനോ അതോ സ്നേഹിക്കുന്ന രണ്ടുപേരും ഒന്നാവാതിരിക്കാനോ? ഇതിലേതിനാണ് ഞാൻ തടസ്സമാവാതിരിക്കേണ്ടത്? അല്ല, അതിപ്പോൾ ഞാൻ അച്ഛനോടുള്ള താല്പര്യം കൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ പള്ളിയിൽ കുർബാന കൂടുന്ന പെണ്ണിനെയും പള്ളിയിലെ കൊച്ചുകപ്പിയാരെയും കൂടി ഒളിച്ചോടാൻ സഹായിച്ച അച്ഛനെ നാട്ടുകാർ വെച്ചുകൊണ്ടിരിക്കുമോ? കപ്പിയാരെ, ഇത്രയും കഷ്ടപ്പെട്ട് കുമരംഗിരി ഇടവകയിൽ തന്നെ ഇരുന്നോളാമെന്ന് ഞാൻ നേർച്ചയൊന്നും നേർന്നിട്ടില്ല. പെട്ടിയൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചോളാം. അരമനയിൽ നിന്ന് വിളിക്കുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. എന്നാ പിന്നെ അങ്ങനെ ആട്ടച്ചു.